സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അല്ലെങ്കിൽ പൊതുരംഗം വിടുമെന്ന് കെ സുധാകരൻ. ഒരു പ്രത്യേക സംഘടനയുടെ ആളുകൾ മാത്രമാണ് കണ്ണൂരിൽ സർക്കാർ ഇലക്ഷൻ സെല്ലിൽ ഉള്ളത്. കള്ളവോട്ട് രേഖപ്പെടുത്താൻ ചുമതലയുള്ളവർ മുഴുവൻ ഇടതുപക്ഷക്കാരാണെന്നും സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രവർത്തനങ്ങളിൽ തന്നെ ഭരണത്തിന്റെ മുഴുവൻ സ്വാധീനങ്ങളും LDFന് വിജയത്തിന് വേണ്ടി അവർ കരുനീക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സംഘടനയുടെ മാത്രം ആളുകളെ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ സെൽ. ഒരാൾ പോലും ഇടതുപക്ഷ സംഘടനക്കകത്തുള്ള ആളുകളല്ലാത്ത ഒരാൾ പോലും ആ ഇലക്ഷൻ സെല്ലിലില്ല. സ്വാഭാവികമായും കള്ളവോട്ട് കൊണ്ട് വിജയം നിശ്ചയിക്കുന്ന കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇക്കുറി എന്ത് സംഭവിക്കും എന്ന് ഞങ്ങളൊക്കെ ആകാശയോടെ നോക്കുകയാണ്. ജനഹിതത്തെ മാനിക്കാൻ സാധിക്കുന്ന ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്താൻ നട്ടെല്ലുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കണ്ണൂർ പാർലമെന്റിൽ ഒരു ഫെയർ ഇലക്ഷൻ നടത്തട്ടെ. 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിച്ചില്ല എങ്കിൽ പൊതുരംഗം വിടും.